കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു റീൽ അയച്ചു തരും. അതിൽ ആൾ ജസ്റ്റ് ബേക്ക് ചെയ്യുന്ന അത് ഡെക്കറേഷനും ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ ആയിരിക്കും. അങ്ങനെ എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജ് വരാറുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എനിക്ക് ചടപ്പായിട്ട് ഒന്നാമതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ചടപ്പായിരുന്നേ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാമല്ലേ. അങ്ങനെ എടുത്തൊരു കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം ഒന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ വീഡിയോ മാത്രം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് കേക്ക് വന്നിട്ട് എല്ലാം നമ്മൾ ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഓരോന്നും ഫൈനൽ കോട്ട് സെറ്റാക്കി വെച്ചത് എടുത്തിട്ട് അതിലേക്ക് ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്ത് തുടങ്ങാം. ഇത് നമ്മളുടെ റെഗുലർ കസ്റ്റമർ ആയിരുന്നേ. ഇത് നമുക്ക് വീട്ടിനടുത്ത് തന്നെയാണ്. പുൽത്താഴം റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് റൂട്ടിലേക്ക് ബാലുശ്ശേരിക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറിയിട്ടാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ആനിവേഴ്സറി കേക്കാണേ. അപ്പോൾ 1 kg നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് അത്യാവശ്യം ഹൈറ്റിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു റൈറ്റിങ് അവർ പറഞ്ഞ റൈറ്റിങ് നമ്മളൊരു റെഡ് ഇതുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡിൽ നമ്മൾ ഒരു ബ്രഷിൻ്റെ ഒരു ഇതിൽ ഡിസൈന് ചെറിയൊരു ഡിസൈന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ റൈറ്റിങ് നമ്മൾ എഴുതി സെറ്റാക്കി എടുത്തു. ദെൻ ആദ്യം ഞാൻ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എഴുതാൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് റൈറ്റിങ് കൊള്ളാവുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലവേഴ്സൊന്നും മാറ്റിയിട്ടാണ് അവിടെ റൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെയും നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചു. ദെൻ ചെറുതായിട്ടൊരു എന്തോന്നിൻ്റെ ഒരു കുറവുണ്ടല്ലോ അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും കൂടെ അറ്റാച്ച് ചെയ്തു. അപ്പം അതിൻ്റെ കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു തരക്കേടില്ലാത്തൊരു കേക്ക് തന്നെയായിരുന്നു. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കിയെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് കേക്കിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ നെക്സ്റ്റ് കേക്ക് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ആൾ കോളിക്കൽ, അതായത് പൂനൂർ അവിടേക്കാണ് കേട്ടോ. അവിടെ നിന്നുള്ളൊരു ഓർഡറായിരുന്നു. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, വന്നെടുത്ത് പിക്ക് ചെയ്തതായിരുന്നു കേട്ടോ, പിക്കപ്പായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ ഡിസൈനൊന്നും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എഗ്ലെസ് ആവണം. ദെൻ ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോളാക്കിയിട്ടാണ് ചെയ്തത്. ദെൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസൈന് നമ്മൾക്ക് വിട്ടു തന്നതായിരുന്നു. അപ്പം ഇനിയുള്ള കസ്റ്റമർ ഞാൻ കോമൺ ആയിട്ട് പറയാണ്, അപ്പോൾ കസ്റ്റമർ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ 3 ടൈപ്പ് കസ്റ്റമർ ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് കസ്റ്റമർ പറയും നമ്മളോട് എന്താണ് ഈ ഒരു റേറ്റിന്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഒരു 650 ചെയ്യുന്നതെങ്കിൽ ആ ഒരു റേറ്റിന് ചെയ്താൽ മതി കേട്ടോ, അതിൽ കൂടണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു റേറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങളത് ചെയ്താൽ മതി. അപ്പോൾ അതിൽ റേറ്റ് മെൻഷൻഡാണ്, നോട്ട് ചെയ്യണം. ഓക്കെ. പിന്നുള്ളൊരു കസ്റ്റമർ എന്ന് പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറയും, അത് മാത്രമേ പറയുള്ളൂ, അതിൽ റേറ്റ് മെൻഷൻഡ് അല്ല. പിന്നുള്ള കസ്റ്റമർ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തോ, റേറ്റ് ഒരു പ്രശ്നമല്ല, അത് റേറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് പ്രശ്നമല്ല. അങ്ങനെയുള്ള 3 ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നത് മിഡിൽ നമ്മൾ സെക്കൻഡ് പറഞ്ഞൊരു കസ്റ്റമറാണ്. അതായത് നമുക്ക് നിങ്ങളിഷ്ടത്തിന് ചെയ്തോളൂ. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമതെന്താ വെച്ചാൽ നിങ്ങളങ്ങനെ പറയുന്ന ടൈമിൽ നമ്മളുടെ മാക്സിമം എഫേർട്ട് ആ ഒരു കേക്കിലേക്ക് പോവും. ആ എഫേർട്ട് എന്ന് പറയുന്നത് ആ ഒരു ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ കേക്കിൻ്റെ മെറ്റീരിയൽസ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. ആ ഇൻക്ലൂഡ് ചെയ്യുന്ന എക്സ്ട്രാ മെറ്റീരിയൽസിന് എക്സ്ട്രാ റേറ്റ് വരും. അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. അങ്ങനെ ആകുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റേറ്റിനെക്കാട്ടും എക്സ്ട്രാ ഉണ്ടാവും. അപ്പം നമ്മളൊരു റേറ്റ് പറയുമ്പം ആ റേറ്റ് നിങ്ങൾക്കത് എഫോർഡബിൾ ആണോ എന്നുള്ളത് നമ്മളോട് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു കേക്കിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ അങ്ങനെ ഒരു മീൻസ് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. മീൻസ് ഓവർ റേറ്റിലേക്ക് അത് പോവില്ല. ഇത് നമ്മൾ ആ ഒരു പേയ്മെൻറ്റിന് ടൈമിൽ കുറച്ച് റേറ്റ് കൂടുമ്പം കസ്റ്റമേഴ്സ് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്തത് കേട്ടോ. ഇനിയുള്ളൊരു കേക്ക് ഞാൻ ജസ്റ്റ് ബോർഡർ സെറ്റാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കേക്കിൻ്റെ ഡീറ്റെയിൽ അത് ഞാൻ പറയാം കേട്ടോ, വഴിയെ പറയാം.
പിന്നെയുള്ള കേക്കിൻ്റെ ഒരു പല്ലട ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ. അവരെ റെഫറൻസ് ഇതായിരുന്നു. പക്ഷേ അതിൽ എനിക്കെന്തോ ഹൈറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഈ സെയിം കളേഴ്സൊക്കെ സെയിമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പം അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആയപ്പം നമ്മളത് ടോളാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് വന്നിട്ടൊരു 1 kg റെഡ് വെൽവെറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫോണ്ടൻറ്റിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് പ്രീവിയസ് ഡേയ്സിൽ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിൽ ജസ്റ്റ് ഒരു കണ്ണും മൂക്കൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ക്യൂട്ടായിരുന്നു കാണാൻ, വലിയ തിരക്കേടൊന്നുമില്ലല്ലേ. ഓക്കെ. അപ്പോൾ കുറച്ച് നമ്മളെ കുട്ടി കുട്ടി പൾസുകൾ പല്ല് ടീത്ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചു. പിന്നെയുള്ളത് അത്രയും കുഞ്ഞായിട്ടുള്ള പല്ലുകൾ ഇതിൻ്റെതൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി അവർക്ക് കൊടുത്തു. അവർ പിക്ക് ചെയ്തായിരുന്നു കേട്ടോ, പിക്കപ്പായിരുന്നേ. കുറച്ച് ലോങ് പോകേണ്ട കേക്കായിരുന്നേ. പിന്നുള്ളത് നമ്മളുടെ ഒരു ആനിവേഴ്സറി കേക്ക്. അത് ഞാൻ ഇതിൽ റൈറ്റിങ് കൊടുക്കുകയാണ്. നമ്മൾ ബോർഡറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെറുതായിട്ട് റൈറ്റിങ് അവർ പറഞ്ഞ റൈറ്റിങ്ങും കൂടെ കൊടുത്തു. അത് നമ്മൾ ആദ്യം വൈറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡ് റൈറ്റിംഗ് ആക്കിയിട്ട് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആനിവേഴ്സറി എന്നൊക്കെ നമ്മൾ സാധാ നോട്ട് ബുക്കിലൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ട് എഴുതി അങ്ങ് പോവും. പക്ഷേ കേക്ക് നമുക്ക് അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി കിട്ടാൻ കുറച്ച് പണിയുണ്ട്. എക്സ്പ്രഷനൊന്നും കണ്ട് പേടിക്കേണ്ട, അത് കറണ്ട് ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് പോയിന്ന്. അങ്ങനെ റൈറ്റിങ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മളുടെ റിബൺ വിൻറ്റേജ് കേക്കായിട്ടാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു വിൻറ്റേജ് കേക്കായിട്ടാണ് സെറ്റാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റിബൺ നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ അതൊന്ന് ജസ്റ്റും കൂടി ഒന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മളുടെ ഒരു ഹാർട്ടും കൂടെ വരണം. അങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ മൊത്തത്തിൽ നമ്മൾ ഒരു കുട്ടി ഹാർട്ട്സ് വെച്ചിട്ട് ക്രീം കൊണ്ട് തന്നെയാണ് കേട്ടോ ഹാർട്ട്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. പൊതുവേ ഇത് നമ്മളുടെ റിബണൊക്കെ ലാസ്റ്റ് ടച്ചപ്പിൻ്റെ ഭാഗമായിട്ടാണ് വെക്കാറ്. ഞാൻ ആദ്യം അത് കൊണ്ടുപോയി വെച്ചത് കൊണ്ട് ആ ഒരു കുട്ടി ഹാർട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ ചെറിയൊരു പണിയുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യം നമ്മൾ തീരുമാനമാക്കി. അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കേക്കിലേക്ക് കടക്കാം. ഈ ഒരു കേക്ക് നമുക്ക് ചെറുതായിട്ട് പണി തന്നു. നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഫ്ലക്കറിങ് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പഴയ ഫോൺ എടുത്ത് സെറ്റാക്കി എടുത്തു. അപ്പോൾ അതിലാണ് ഈ വീഡിയോൻ്റെ ചെറിയ ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് തന്നത് ആരായിരുന്നു? നമ്മളുടെ റെഗുലർ കസ്റ്റമറായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. കുട്ടിയുടെ അനിയന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എഗ്ലെസ് ആണ്. നമ്മളുടെ ഒരു ബ്രാഹ്മിൺ ഫാമിലിയാണ് കേട്ടോ. അവർ സ്ഥിരം നമ്മുടെ അടുത്തു നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് മുതലേ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് നമ്മൾ ബട്ടർ സ്കോച്ച് അത്യാവശ്യം എന്താ പറയുക ഹൈറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പൈഡർമാൻ തീമായിരുന്നു. കുറച്ച് ബോൾസും പിന്നെ ഈ ഒരു ബിൽഡിങ്ങും നെയിം പിന്നെ ടോപ്പർ സ്പൈഡർമാനും ഷുഗർ ബോൾസും പിന്നെ ചെറിയൊരു പ്രിൻറ്റും അതും കൂടെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് തൃക്കുറ്റിശ്ശേരിയിലേക്കായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പം ഇന്ന് എല്ലാവരും വന്ന് പിക്കപ്പായിരുന്നു കേട്ടോ. ഇന്ന് അങ്ങനെ ഡെലിവറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.